ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ നാളെ വിധി. ഷാരോണിന് വിഷം നൽകിയ ഗ്രീഷ്മയാണ് കേസിൽ ഒന്നാം പ്രതി. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനുമാണ് 2ഉം 3ഉം പ്രതികൾ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് വിധി പറയുന്നത്. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ ഇതെന്തോന്നാണ് കളി എന്തോന്നാണ് പറ റെക്കോർഡ് ചെയ്യാണ് പറ. കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം ചേർത്ത് നൽകുന്നു. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച കാമുകൻ ഷാരോൺ രാജ് ദിവസങ്ങൾക്ക് ശേഷം മരിക്കുന്നു. ഇതാണ് കേസ്. ഷാരോണിന്റെ കുടുംബം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഗ്രീഷ്മയും പ്രതിയെ സഹായിച്ച അമ്മ സിന്ധുവും അമ്മാവനായ നിർമ്മലകുമാരൻ നായരും അറസ്റ്റിലായി. വിചാരണ വേളയിൽ പ്രതികൾക്കെതിരെ 95 സാക്ഷികളെ വിസ്തരിച്ചു. കൂടാതെ 323 രേഖകളും 51 തൊണ്ടിമുതലുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായാണ് പ്രോസിക്യൂഷന്റെ അന്തിമവാദം. ഗ്രീഷ്മയുടെ അമ്മയും 2ആം പ്രതിയുമായ സിന്ധുവും 3ആം പ്രതിയായ നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കുറ്റങ്ങളെല്ലാം നിഷേധിച്ച പ്രതിഭാഗം ആത്മഹത്യാ പ്രേരണയുള്ള 1ആം പ്രതി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യുന്നതിനായാണ് കീടനാശിനികളെക്കുറിച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്തത് എന്നാണ് വാദം ഉന്നയിച്ചത്. അന്തിമവാദം പൂർത്തിയായതിനാൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ ജഡ്ജ് കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു. 2022 ഒക്ടോബർ 14 ഷാരോൺ രാജ് കൊല്ലപ്പെട്ടത്. 24 തിരുവനന്തപുരം.